ശനിയാഴ്ച എപ്പിസോഡിൽ എവിക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അത് സൺഡേ എപ്പിസോഡിലാണ് എവിക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇന്ന് തീർച്ചയായിട്ടും 2 എവിക്ഷൻ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ആരൊക്കെ പുറത്താകുമെന്നുള്ളതാണ് ഏറ്റവും ടെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ മസ്താനി അതോടൊപ്പം തന്നെ പ്രവീണും പുറത്തായി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ അത് സ്ഥിരീകരിക്കാം. മസ്താനിയുടെ പുറത്താകൽ, തീർച്ചയായിട്ടും മസ്താനി പുറത്തായാൽ അത് മസ്താനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്ത തരത്തിലോട്ടുള്ള കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥയിലോട്ട് എത്തുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം ആകെപ്പാടെ മസ്താനി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം 2 ദിവസം ചേർത്ത് ലാലേട്ടൻ്റെ വക പൊരിക്കൽ, അതിനുശേഷം എവിക്റ്റായി എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ, പെട്ടിയും എടുത്ത് വീട്ടിൽ പൊക്കോളൂ എന്ന് ലാലേട്ടൻ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ മസ്താനി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രൊമോയിൽ തന്നെ വ്യക്തമാണ്, മസ്താനി അങ്ങ് ആകെ പൊട്ടിക്കരയുന്ന തരത്തിലോട്ട് എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി താൻ എവിക്റ്റാണ് എന്നും കൂടി അറിഞ്ഞാലുള്ള അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നിന്ന നിൽപ്പിൽ ബോധം പോകുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതിൽ പ്രവീൺ എവിക്റ്റാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്, മസ്താനിയും എവിക്റ്റാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അത് എപ്പിസോഡ് കണ്ട് തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷേ മസ്താനി എവിക്റ്റായിരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ മസ്താനി ശരിക്കും പറഞ്ഞാൽ നിന്ന് ഉരുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.